നിങ്ങൾക്കിപ്പോൾ എന്നെ നിങ്ങൾക്കിപ്പോൾ എന്നെ തെറി വിളിക്കാൻ തോന്നും. സ്വാഭാവികമാണ്. എനിക്ക് ആശിഷിനെയും മാർക്കസ് മർഗുലയും സോഹൻ ബോർഡറിനെ എല്ലാവരും തെറി വിളിക്കാൻ തോന്നും. ഇതിങ്ങനെ ഒരു ലൂപ്പ് പോലെ കണ്ടിന്യൂ ചെയ്തുകൊണ്ടിരിക്കും. ചില കാര്യങ്ങൾ അറിയുമ്പോൾ പറയാതിരിക്കാനും തോന്നുന്നില്ല. കേരള ബ്ലാസ്റ്റേഴ്സിന്റെ ആരാധകർക്ക് മുഹമ്മദ് സനാന്റെ കാര്യത്തിൽ ഇപ്പൊ വേണമെങ്കിൽ ചെറുതായിട്ടൊന്ന് പ്രതീക്ഷിക്കാനുള്ള ഭാഗ്യം ഉണ്ടെന്നൊക്കെ പറയാം. കാരണം സോഹൻ ബോർഡർ പറയുന്നത് ഈ ഒരു സീസണിൽ കേരള ബ്ലാസ്റ്റേഴ്സിൽ കളിക്കാനാണ്, അല്ലെങ്കിൽ കേരളത്തിൽ കളിക്കാനാണ് മുഹമ്മദ് സനാൻ ആഗ്രഹിക്കുന്നത്. ആള് ജംഷഡ്പൂരിന്റെ ഭാഗത്തു നിന്നും ഒരു നോൺ ഒബ്ജക്ഷൻ സർട്ടിഫിക്കറ്റിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്തുകൊണ്ടിരിക്കുകയാണെന്നാണ് പറയുന്നത്. അതേസമയം പുള്ളിക്ക് വേണ്ടിയിട്ട്, അതായത് സനാന് വേണ്ടിയിട്ട് വളരെ വലിയ ഓഫറുകൾ, വലിയ വലിയ ക്ലബ്ബുകൾ, അതായത് FC ഗോവ, മുംബൈ സിറ്റി FC, നോർത്ത് ഈസ്റ്റ് യുണൈറ്റഡ്, ഈസ്റ്റ് ബംഗാൾ FC, ഇത്രയും ക്ലബ്ബുകളും പിന്നെ അതിനോടൊപ്പം കേരള ബ്ലാസ്റ്റേഴ്സും കൂടി പൊരുതുന്നുണ്ട് എന്നാണ് അറിയുന്നത്. ഈസ്റ്റ് ബംഗാൾ ഓൾമോസ്റ്റ് ഡീൽ ലോക്ക് ചെയ്തു എന്ന തരത്തിലൊക്കെ വാർത്തകൾ പ്രചരിച്ചിരുന്നു. പക്ഷേ അവരിപ്പം ഓഫർ ഒന്നുകൂടി റിവേഴ്സ് ചെയ്തുകൊണ്ട് വരാൻ പോവുകയാണ്. അപ്പം ഈസ്റ്റ് ബംഗാളുമായിട്ട് സനാൻ ടീംസിൽ എത്തിയിട്ടില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം. അതേസമയം സോഹൻ ബോർഡർ പറയുന്നത് കേരള ബ്ലാസ്റ്റേഴ്സിൽ നിന്നുള്ള ഒരു സംഭവത്തിന് വേണ്ടിയിട്ട് ആൾ വെയിറ്റ് ചെയ്യുകയാണെന്നാണ് പറയുന്നത്. മാർക്കസ് മർഗുല പറയുന്നത് ഇപ്പം സനാന്റെ കാര്യത്തിൽ എനിക്കൊന്നും പറയാനില്ല. മാർക്കസ് ഭയങ്കര സേഫ് സോൺ കളിയാണ്. മാർക്കസ് ഭയങ്കര ടാക്ടീഷ്യനാണ്. കാര്യം ആള് പറഞ്ഞ കാര്യങ്ങൾ ഒരുപാട് തവണ മാറ്റി പറയുന്നുണ്ട്. പക്ഷേ പുള്ളി അത് എങ്ങനെ മാനേജ് ചെയ്യണമെന്ന് പറയാം. കക്കാനും നിൽക്കാനും പഠിച്ച കള്ളനാണ് മാർക്കസ്. അത് വേറെ കാര്യം. മോഹൻ ബഗാന്റെ ഫാൻസ് എടുത്തിട്ട് ഏറെ കയറ്റി പൊളത്തി വിട്ടതാണ്. അതുകൊണ്ട് മോഹൻ ബഗാന്റെ കാര്യത്തിൽ പുള്ളി വലുതായിട്ട് സംസാരിക്കാനും വരാത്തത് അതൊക്കെ കൊണ്ടാണ്. അത് പോട്ടെ. ഇപ്പം സനാന്റെ കാര്യത്തിൽ ഇപ്പോൾ സോഹൻ ബോർഡറിന്റെ വാക്കനുസരിച്ച് ചെറിയ പ്രതീക്ഷയുണ്ട്. പിന്നെ ബ്ലാസ്റ്റേഴ്സിന് വേണ്ടി വെയിറ്റ് ആണോ സനാൻ എന്ന് ചോദിച്ചപ്പം മാർക്കസ് പറയുന്നത് ഇപ്പം ജംഷഡ്പൂരിൽ നിന്നുള്ള NOCക്ക് വേണ്ടി വെയിറ്റ് ചെയ്യുകയാണെന്ന്. അതെല്ലാവർക്കും അറിയാമല്ലോ. ഒന്നും പറയാനില്ല. നിങ്ങൾക്ക് ഇതിനകത്ത് എന്താ മനസ്സിലായെന്ന് വെച്ചാൽ നിങ്ങളത് കൺസീവ് ചെയ്തോളൂ. ഇപ്പോഴും ബ്ലാസ്റ്റേഴ്സിന് സനാന്റെ കാര്യത്തിൽ ചില പ്രതീക്ഷ വെക്കാം എന്നാണ് എനിക്ക് ഇതിൽ നിന്നൊക്കെ മനസ്സിലായത്. പക്ഷേ അറ്റ് എൻഡ് ഓഫ് ദ ഡേ ബ്ലാസ്റ്റേഴ്സിന്റെ എല്ലാവർക്കും നിരാശയും ദുഃഖമൊക്കെ കിട്ടുന്നതാണ് ഒരു പതിവ് പല്ലവി. ചിലപ്പം കിട്ടാതിരിക്കാം. പക്ഷേ പൂർണ്ണമായിട്ടും സനാന്റെ കാര്യത്തിൽ പ്രതീക്ഷ കൈവിടണ്ട എന്നതിന്റെ സൂചനയാണ് യുവമാരുടെയൊക്കെ വാക്കുകൾ. എന്താവുമെന്ന് അറിയത്തില്ല.